എക്സസൈസ് ചെയ്യാനായിട്ട് വീഡിയോ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണോ? അതായത് ഇപ്പോൾ ഒരു മുട്ടുവേദന വന്നു, ഇല്ലെങ്കിൽ ഒരു നടുവേദന വന്നു, ഇല്ലെങ്കിൽ ഒരു കഴുത്ത് വേദന വന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് സെർച്ച് ചെയ്യാണ് ബെസ്റ്റ് 3 എക്സസൈസസ് ഇല്ലെങ്കിൽ ബെസ്റ്റ് 5 എക്സസൈസസ് ടു ഗെറ്റ് റൈഡ് ഓഫ് ബാക്ക് പെയിൻ, നീ പെയിൻ എന്നൊക്കെ കൊടുത്തിട്ട് ആ എക്സസൈസ് നോക്കി ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിലീഫ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഞാൻ ഡോക്ടർ സൂര്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്സസൈസ് വീഡിയോ നോക്കി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു, എക്സസൈസ് വീഡിയോ നോക്കി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. മോസ്റ്റ് ഓഫ് ദ ടൈം അത് തെറ്റാണ്, ചില സമയത്ത് അത് ശരിയാണ്. എപ്പോൾ ശരി എപ്പോൾ തെറ്റെന്ന് കൂടെ ഞാൻ പറയാം. അത് നമ്മൾ എക്സസൈസ് ചൂസ് ചെയ്യുന്നത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. ഓൾറെഡി നമുക്ക് എക്സസൈസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ കണ്ട് ചെയ്യുന്നതെങ്കിൽ അത് ശരിയാണ്. തെറ്റെപ്പോഴാണെന്ന് പറയാം. നിങ്ങൾക്കൊരു വേദന വന്നു, അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്ന് പോലും അറിയത്തില്ല, നടുവേദന എന്ന് മാത്രമേ അറിയത്തുള്ളൂ, ഇല്ലെങ്കിൽ മുട്ടുവേദന എന്ന് മാത്രമേ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ആ മുട്ടുവേദന നിങ്ങൾക്ക് അറിയത്തില്ല. ഗൂഗിളിലോ ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കയറിയിട്ട് ആ വേദന പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 4-5 എക്സസൈസ് സജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ എക്സസൈസ് നോക്കി ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. കാര്യം നമ്മൾ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം എന്താണെന്ന് അറിയാതെ മരുന്ന് കഴിക്കുന്ന പോലെ ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെന്ത് എക്സസൈസ് വേണമെന്ന് ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത്, ഫിസിയോയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. സോ ഒരിക്കലും കണ്ടീഷൻ എന്താണെന്ന് അറിയാതെ യൂട്യൂബിലോ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ കയറിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യരുത്. അത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേദന കൂടാനായിട്ടേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ, അതൊരിക്കലും വേദന കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും.